ഞാൻ ഡ്യൂട്ടിയിലാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നോട്, ആ ഡ്യൂട്ടിയിൽ ഇപ്പം ഇങ്ങനെ വിളിക്കരുത്. വെക്ക് വെക്ക്, ഫോൺ വെക്ക്, ഫോൺ വെക്ക്. പെണ്ണുങ്ങളാണ് എത്ര പറയാറുള്ളൂ. സാറേ, ഞാന് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. അപ്പോഴാണ് നിങ്ങൾ ഇവിടെ ചെക്കിങ്ങിന് നിൽക്കുന്നുണ്ട് പറഞ്ഞു. ഒരു പരാതി തരാൻ വേണ്ടിട്ടായിരുന്നു. പരാതിയൊക്കെ സ്റ്റേഷനിൽ ഇവിടുന്ന് വൈകുന്നല്ലേ സാറേ, നിങ്ങൾ ചെക്കിങ്ങിന് ഇവിടെ ഉണ്ട് പറഞ്ഞപ്പോ കാര്യമൊന്നും ആദ്യം പരാതി. വേറൊന്നല്ല സാറേ, എന്റെ അയൽപക്കത്തുള്ള ഒരു തന്നെ വന്നിട്ട് പറഞ്ഞ വർത്താനം ഉണ്ടല്ലോ സാറേ, നിങ്ങളൊന്ന് കേട്ടു നോക്കി. സൈക്കോല്ല, ഞങ്ങൾ കേട്ടു നോക്കി. ഇതാണ് അത് കേട്ടു നോക്കി. मुझसे बात करता है तुम? क्या सोचा तुम? हरामजादे, उल्लू के पट्टे, बंदर के बच्चे। 2 दिन में दूंगा. उसके अंदर वो क्लियर नहीं करेगा तो मैं बंदूक उठा के गोली मार देगा तुमको. हाँ. क्या? क्या? वो बंदूक है तुम्हारा? बोलो, बोलो. എന്തൊക്കെ വർത്താനം പറഞ്ഞു? तुम्हारा बाप आके वो क्लियर करेगा. काम दूंगा मैं, काम. मैं फौजी हूँ. കണ്ടോ, ഈ ജാതി വർത്താനം ഒരാളുടെ വീട്ടിൽ വന്ന് പറഞ്ഞ സഹിക്കാൻ പറ്റുമോ സാറേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. കമാന്നൊരു അസരം ഞാൻ മിണ്ടിയിട്ടില്ല. നിങ്ങളൊക്കെ പഠിപ്പുള്ള ആൾക്കാരെ, നിങ്ങൾക്ക് കേട്ടാ മനസ്സിലാവൂലോ. ഇക്കാച്ചൊരു അസരം ഹിന്ദി പറഞ്ഞാൽ മനസ്സിലാവൂല, കേട്ടാലും മനസ്സിലാവൂല, പറയാനും അറിയില്ല. ഒരാളുടെ ഏറ്റവും വലിയ വിഷമം സാറേ, ഒരാള് നമ്മളെ തെറി പറയുമ്പോ അത് എന്താന്ന് മനസ്സിലാവാത്താണ് ഏറ്റവും വലിയ വിഷമം. എന്റെ പേര് കോയാന്നാണ്. ഇത് പറഞ്ഞ തെറിയാ അല്ലേ? പറഞ്ഞ 100% തെറിയാണ്. ശരിയല്ലേ? പക്ഷെ ഈ ഹിന്ദി മനസ്സിലാക്കണ്ടല്ലോ, കുറച്ച് പാടുണ്ട്. ഇത് സാധാരണ ഹിന്ദി അല്ലേ, നാട്ടുഭാഷയാണത്. അതായത് ഇപ്പോ ഈ ഭാഷ ഇപ്പൊ നമ്മളെ മലയാളം ഭാഷ തന്നെ പല ഭാഗത്തും പല രീതിയിലാണല്ലോ പറയുന്നത്. ഇപ്പൊ തിരുവനന്തപുരക്കാർ പറയുന്ന പോലെ അല്ലല്ലോ കോഴിക്കോട്ടുകാർ പറയണേ, കോഴിക്കോട്ടുകാർ പറയുന്ന പോലെ അല്ലല്ലോ കാസർഗോട്ടുകാർ പറയണേ. ഇത് അതുപോലെ ഒരു വ്യത്യാസം ഹിന്ദിയിലും ഉണ്ട്. അപ്പൊ ഇത് സാധാരണ ഹിന്ദിയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവും. ചെറിയാന്ന് മനസ്സിലായി, പക്ഷെ അതിന്റെ കറക്റ്റ് മീനിങ് കിട്ടണമെങ്കിൽ നാട്ടുഭാഷ ആളെ പിടിക്കണം. അപ്പൊ ഇതിപ്പോ നിങ്ങളൊരു പണി ചെയ്താൽ മതി. നിങ്ങളെന്തായാലും 2 ദിവസം കണ്ടൊന്ന് സ്റ്റേഷനിലേക്ക് വരും. അപ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം സാർ. എനിക്ക് സഹിക്കാൻ പറ്റാനാണ് ഒരാള് നമ്മുടെ മുഖത്ത് നോക്കിട്ട് ഇങ്ങനെയൊക്കെ പറയാ പറഞ്ഞാല്. സംഭവം തെറിയാണ്, അച്ചത്തെറിയാ പറഞ്ഞേ. ശരി സാർ, എന്തെന്നാണ്ടത് അറിയില്ല, രാഷ്ട്രഭാഷയല്ലേ അത്? അത് ശരി. ഇപ്പൊ എനിക്കെന്താ അറിയാത്ത? രാഷ്ട്രഭാഷ നമ്മൾ പഠിച്ചിരിക്കണോ? ആ പഠിക്കാത്തോണ്ടുള്ള പ്രശ്നമാണ് ഇപ്പൊ ഇത്. മനസ്സിലായോ? ഇനി അധികം നിൽക്കണ്ട, വരുന്നൊക്കെ ഇന്ത്യ. ഇവിടെ നമുക്ക് മെല്ലെ മാറാനല്ലേ. എന്തൊരു കട്ടാണ്. വണ്ടി എടുത്തോ, പോര്. സോറി സാറേ, പെട്ടെന്ന് എനിക്ക് വണ്ടി എടുക്കും. എവിടുന്ന് മേടിക്കാം? ഇനി ഓൻ്റെ എന്തൊക്കെ ഞാൻ പോണോ തടഞ്ഞു നിർത്തിയാലോ? കേട്ടോ. अरे कैनरमुख वरे ഒന്ന് പോണം. कैनरमुख वरे എത്രയാവും? कैनरमुख जाने के लिए आगे रास्ता खराब है, उसके लिए पैसा एक्स्ट्रा 50 रुपया चाहिए. എങ്ങനെയാണ്? कैनरमुख जाने के लिए आगे रास्ता खराब है, उसके लिए 50 रुपया पैसा एक्स्ट्रा चाहिए. ഞാൻ ഇജ്ജ് പോക്കോ, ഞാൻ കയറണേ ഇല്ല. കയറിയിട്ട് കുഴപ്പമില്ലല്ലോ. എന്നാ പോയിക്കോ, ഇജ്ജ് വണ്ടി എടുത്തോ. ഒക്കെ ഈ ആദ്യമായി എങ്ങനെ ചെയ്യാറോ? അപ്പൊ ഒരു വണ്ടി വേറെ എന്താ കിട്ടുക? എന്താ രാഘവട്ടെ വിളിച്ച? ഞാനുണ്ടല്ല നടന്ന് തളർന്നു പോയി. എന്തു പറ്റി? നമ്മളെ പറമ്പിൽ 10-25 തെങ്ങുണ്ട്. തേങ്ങയെല്ലാം ഉണങ്ങി നിൽക്കുക. ഞാൻ തേങ്ങ പറിക്കുന്ന ആളെ അന്വേഷിച്ച് കുറേ സ്ഥലത്ത് പോകും. അത് ശരി. അങ്ങനെ പോയി കുറേ ആളെ കണ്ടു. എല്ലാവരും ഈ 250, 220 അല്ല പറയും.
എന്തിന് എങ്ങനെ പറിക്കരുത് തേങ്ങ? അങ്ങനെ ആകെ നടന്ന് ക്ഷീണിച്ചിട്ട് ഞാനിവിടെ വന്നിട്ട് ഒരു 2 പൊറോട്ടയും മീൻകറിയും മേടിച്ചു. മീൻ വായിൽ വെക്കാൻ കൊള്ളുന്നില്ല. എന്തെന്നാ ഇത്? ഇവിടുത്തെ അടുക്കളയില് അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇതെല്ലാം കറിയും പൊറോട്ട എല്ലാം ഉണ്ടാക്കുന്നത്. അന്യസംസ്ഥാന തൊഴിലാളി ഏതുണ്ട്? ആ അതന്നെ. ഇനിയിപ്പോ എന്താന്ന് പറയുക, നമ്മുടെ നാട്ടില് ഒരു പണിക്ക് നമ്മുടെ നാട്ടുകാരെ കിട്ടൂല. അതുകൊണ്ട് ഇനി പുറത്തു പോയിട്ട് മലയാളി ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാന്നൊന്നും വിചാരിക്കണ്ട. ആവില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് തേങ്ങയുടെ ആള് വേണേ 1 2 അന്യസംസ്ഥാനക്കാരെ ഞാൻ റെഡിയാക്കി തരാന്ന്. അതെല്ലേ? ആ, ഇതിന്റെ പകുതി പൈസ കൊടുത്താൽ പോരെ, 10 50 കൊടുത്താൽ മതി. മതിയല്ലേ? പിന്നെ എന്നാ പിന്നെ ആയിക്കോട്ടെ. അത് വലിയ ഉപകാരം. അപ്പോ ഈ മൂത്ത തേങ്ങയാണ് ഇടണ്ട് ഇളയതാണ് ഇടണ്ടെന്ന് തെങ്ങുമ്പോ കയറി പോവാനും അത് മനസ്സിലായില്ല. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ലറ ചില്ലറ ഹിന്ദിയൊക്കെ രാഘവേട്ടൻ അറിയില്ലേ? എനിക്കാ ഒട്ടും അറിയില്ല. ഒട്ടും അറിയില്ല. എവിടെ? സുധേട്ടാ, സുധേട്ടല്ലേ? നിങ്ങൾ പുതിയതാ? പുതിയാടാ? സഹിക്കില്ലേ ഇവിടെ തന്നെ? ഒരു സർവത്ത് എടുക്ക്. സർവത്ത് ഒരു ഇതിട്ടോ നീട്ടോ, ഒരു ഇത്തിരി ഇഞ്ചി ഇട്ടോട്ടോ. ഇഞ്ചി നമുക്കല്ല ഒക്കെ ഒരാൾക്ക്. അനക്ക് വേണ്ടി ഇജ്ജ് വേറെ എടുത്തോ ചങ്ങ. ഇജ്ജ് അതരക്ക് അത് ഇഞ്ചി തന്നെയാണ് അല്ലേ? ശരി. അതെ, ഇഞ്ചിയില് എങ്ങനെ ഇഞ്ചി കടിച്ചാ കുറങ്ങ ഇങ്ങനെ കടിച്ച ഇങ്ങോട്ടൊക്കെ. അതെ, ഇഞ്ചി അത് ഉപ്പട. ഈ സുഖതാട്ടൻ എവിടെ? ബാറിലോ? കുടിയും തുടങ്ങിയോ? ഒഴിവുള്ളപ്പോ പറയും. പണ്ടത്തെ പോലല്ല, ഞാനിവിടെ പഠിക്കൊരാളെ വെച്ചിട്ടുണ്ട് കേട്ടോ. വിളിച്ചാ മതി. നിങ്ങൾ 3 ആൾ കൂടുമ്പോ വിളിച്ചു, അപ്പൊ ഞാൻ വരാം. അതെ, നിങ്ങൾ എവിടെ പോയി എടുക്കണേ? ഞാനിപ്പോ വെറുതെ കുറച്ച് അങ്ങോട്ട് ഒരാളെ കിട്ടില്ലപ്പോ പഠിക്ക്. ഒരാളെ കിട്ടിയ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മനസ്സിലാവണ ഒരാള് നമ്മുടെ നാട്ടിൽ എത്ര ആൾക്കാരുണ്ട് കേട്ടാ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മനസ്സിലാവണ ഒരാളെ നിർത്തി കൂടെ? എന്താ കോയ പറഞ്ഞത്? നമ്മുടെ നാട്ടിലെ ആൾക്കാരുണ്ടായിട്ട് വല്ല കാര്യം ഉണ്ടാ? ആരെങ്കിലും മാതിരി വല്ല പഠിക്കും കിട്ടുക? ഒക്കെ 10ാം ക്ലാസ് പാസ്സായി ഡിഗ്രി പാസ്സായി കഴിഞ്ഞാൽ ഈ പണിയൊക്കെ അവർക്ക് കുറച്ചില്ലല്ലേ? ഒരു കടയിൽ നിൽക്കുക ഒരു പയ്യനെ കിട്ടുക, ഒരു തെങ്ങുമ്പ് കയറാൻ ഒരു പയ്യനെ കിട്ടുക. എല്ലാവരും വിദേശത്ത് പഠിക്കൂ, എന്നിട്ട് അവിടെ പോയിട്ട് കണ്ണി കണ്ട കക്കൂസൊക്കെ കെടുക്കും. നമ്മുടെ നാട്ടിൽ മാത്രം പണിയെടുക്കാൻ ഉണ്ടാവില്ല. ഇവരെന്ന് പറഞ്ഞാലേ ആത്മാർത്ഥമുള്ളവരാ. പറഞ്ഞ സമയത്ത് കറക്റ്റ് പണിയെടുക്കും, വേറെ കാശും കൊടുത്താൽ മതി. ശരി തന്നെ, നിങ്ങളെ പോലുള്ളവരാണ് ഇപ്പൊ ഇത്. ഞാനൊരു കാര്യം പറട്ടെ, ഞാൻ ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് നേരെ വെളുക്കുമ്പോ ഇറങ്ങിയിട്ട് ഇതേവരെ മലയാളിയിൽ നിന്ന് ഒരാളിനെ ഞാൻ കണ്ടില്ല. അപ്പൊ നിങ്ങളുടെ ഒരാളിനെ ഇപ്പൊ ഞാൻ കാണുന്നത്. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവരെ മാത്രമല്ല, കേരളം മലയാളികളെ ആരും ഇവിടെ കാണില്ല, ഒക്കെ വിദേശത്താവും. ഇനി മുഴുവൻ അവരാവും ഇവിടെ. എല്ലാ ഭാഷയും പഠിച്ചിരിക്കണേ. പഠിക്കണ സമയത്ത് ഹിന്ദി പഠിക്കണം. നീ ഹിന്ദി പഠിച്ചാ? ഇല്ലല്ല. നിങ്ങൾ ഹിന്ദി പഠിച്ചിട്ടാ? ഹിന്ദി പഠിച്ചോ? നിങ്ങളൊന്ന് ഇങ്ങോട്ട് സംസാരിക്ക് എന്നൊക്കെ പറഞ്ഞു. അല്ല, നിങ്ങളോട് ഇപ്പൊ ഞാൻ ഹിന്ദി പറഞ്ഞു. നിങ്ങൾക്ക് വലിയ മനസ്സിലായോ? നിങ്ങൾ എന്തിനാ പറഞ്ഞ ഇനി പോലണ്ടേ? കള്ളനായി മുറിക്കാന് പറഞ്ഞേക്കല്ലേ? അല്ലാണ്ട് പിന്നെ എന്താ ഇങ്ങോട്ട് ചൂടാണോ? സുഖേട്ട നേരം മെഴുക്കുമ്പോട്ട് അലിഞ്ഞു നടക്കാണ് മനുഷ്യൻ. ഞാൻ തകട് കൂടിയായിട്ട് പണിക്കാരനെ എടുത്തേക്കണേ. എന്തെന്നൊക്കെ പറഞ്ഞേ? നിങ്ങൾ ആളെ മാറ്റിട്ട് വേറെ ആളെ എത്തിക്കളി. എന്താ മുടി എവിടെ പോയി? എന്റെ പോയൊക്കെ ഒന്നും പറയാണ്ടിരിക്കുന്നതല്ലേ. എന്റെ കല്യാണം മുടങ്ങിയറിയോ എനിക്ക്? കല്യാണം മുടങ്ങിയോ? അതായത് പെണ്ണിന് പണവും പ്രശ്നമില്ല, വിദ്യാഭ്യാസ പ്രശ്നം എല്ലാം സെറ്റായി വന്നു. പോയി കാണാനുണ്ട്. അപ്പൊ ഒക്കെ ഒരു നിർബന്ധം, മുടി പുതിയ സ്റ്റൈലിൽ വേണമെന്ന്. മുടി മോശമായിട്ട് നല്ല ഉണ്ട്. അപ്പൊ അതൊരു സ്റ്റൈലാക്കാൻ വേണ്ടി നമ്മൾ വേലായിട്ടൊരു കടയില്ലേ ബാർബർ ഷോപ്പ്, ആടെ പോയിട്ടാ ഈ ഗതി വന്നത്. എനിക്ക് പറഞ്ഞോടോ വേലായുധനോട് പറഞ്ഞ മനസ്സിലാവില്ലേ? വേലാട്ട പീടിയിൽ ആരെ പണിയെടുക്കുന്ന മൊത്തം ഹിന്ദിക്കാരാണ്.
ഞാൻ പറഞ്ഞത് ഓന് മനസ്സിലാവുന്നില്ല, ഓൻ പറഞ്ഞു എനക്ക് മനസ്സിലാവുന്നില്ല. ഓൻ എന്തെല്ലോ പറഞ്ഞു, ഞാൻ എന്താ പറഞ്ഞറിയില്ല, എല്ലാം നശിപ്പിച്ച്. ആ അതെന്നാ ഈ കഥ ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു തന്നായി. അല്ലേ നിർത്തിക്കോളി, പണിക്കാരെ നമ്മുടെ നാട്ടുകാരെ കിട്ടാനില്ലോ, ആളെ നിർത്തിക്കോളി. അല്ല കോയ, ഇങ്ങനെ ആയപ്പോ നമ്മളിനി എന്താ ചെയ്യാ? എന്താ ഇനിയിപ്പൊ ചെയ്യാ ചോദിച്ചാ ഇപ്പൊ അതാ കാണുന്നോടത്തും നോക്കണോടത്തും പറയണോടത്തും ഒക്കെ ഇപ്പൊ ഇവരൊക്കെ തന്നെ. അതെ, ആ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ അവർക്കിട്ട് മനസ്സിലാവണില്ല. ഇനിയിപ്പോ ഏക വഴി ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരാളെ പണിക്ക് എടുത്തിച്ചാല് അവർക്ക് മലയാളം അറിയോ നോക്കുക, അറിയില്ല വെച്ചാൽ അവരെ മലയാളം പഠിപ്പിക്കുക. ഇനി കാണുന്ന ഹിന്ദിക്കാരനൊക്കെ മലയാളം പഠിപ്പിക്കുക. അങ്ങനെ നമുക്ക് ഇവിടെ പിടിച്ചിക്കാൻ പറ്റുമോ? അത് ശരി. അപ്പൊ ഇപ്പൊ ഇവിടെ അന്യ ഭാഷ തൊഴിലാളികളൊക്കെ നമ്മൾ മലയാളം പഠിപ്പിക്കണം. അല്ലാണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം അവർക്ക് മനസ്സിലാവണ്ടേ? അല്ലെന്റെ ഉണ്ണി, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട് ഇവിടെ. ഇപ്പൊ ബാർബർ ഷോപ്പിൽ മുപ്പരാണ്, നമ്മുടെ വീരാന്റെ ഇറച്ചിക്കടയിലെ 2 ബംഗാളികളാണ്. അതെ, എവിടെ നോക്കിയാലോ. ഇപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്താലോ? എന്താ? നമ്മുടെ സത്യശീല മാഷില്ലേ, ആ ഹിന്ദി മാഷെ കൊണ്ട് ഇവരെ ഒരു 2-3 മാസം കൊണ്ട് പഠിപ്പിച്ചാലോ? സത്യശീലൻ മാഷ് ഹിന്ദി മാഷല്ലേ, അദ്ദേഹത്തെ കൊണ്ട് ഇവരെ പഠിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മലയാളം ഹിന്ദി അറിയുന്ന ഒരു മാഷ് വേണ്ട ഇവരെ പഠിപ്പിക്കാൻ. ഇവര് ഹിന്ദിയിൽ സംസാരിച്ചാൽ അത് സത്യശീല മാഷ്ക്ക് മനസ്സിലായാലല്ലേ അതിന്റെ മലയാളം പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അത് ശരിയാ. അപ്പൊ നമുക്ക് മാഷനൊന്ന് കണ്ടു ചോദിച്ചാലോ? ഇയാളിനെ മാത്രം നേരാക്കിട്ട് പറ്റില്ല. ഈ പരിസരത്ത് ഇങ്ങനെ ജോലി ചെയ്യണം, സകല ആൾക്കാരെയും വിളിക്കണം. എന്റെ മുടി വെട്ടവനെയും വിളിക്കണം, സകല ആൾക്കാരെയും വിളിക്കണം. എല്ലാവരും വിളിക്കണം.